തങ്കപ്പൻ പിള്ളയ്ക്ക് പിടിച്ചു നിൽക്കണം. തങ്കപ്പൻ പിള്ളയ്ക്ക് ബാലകൃഷ്ണ സാറിന്റെ അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ പിൻഗാമിയായിട്ട് ആ കസേരയിൽ ഇരിക്കണം. അതാണ് അയാളുടെ ഉദ്ദേശം. അത് അയാൾ സാധിച്ചെടുത്തു. വളഞ്ഞ വഴി കൂടെ ആണെങ്കിലും നേരെ മാർഗത്തിലൂടെ ആണെങ്കിലും എങ്ങനെ ആവട്ടെ അദ്ദേഹം അത് സാധിച്ചെടുത്തു. കാരണം ഇത് ജനം കണ്ടോണ്ടിരിക്കല്ലേ, കേട്ടോണ്ടിരിക്കല്ലേ. ഇത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്ക് അസത്യം, കള്ളം ലോകം ചുറ്റി വരും. അതാണ് ഇപ്പൊ നമ്മൾ കാണുന്നതാണ്. ഇനിയും വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. ദൈവം എന്നൊരു ശക്തിയെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് വഴക്കിനും ഇവരോട് തമ്മി കോമ്പറ്റീഷനും ഒന്നും പോകാനുള്ള ഒരു മനസ്സില്ല നമുക്ക്. അതെ, അങ്ങനെ ക്ഷമിച്ചാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ എന്നെ എന്തൊക്കെ കൊണ്ടുപോയി പിടിക്കാമായിരുന്നു. ഒരുപാട് നോക്കി. കോംപ്രമൈസിന് പല പ്രാവശ്യവും പോയി. അത് നമ്മുടെ മനസ്സങ്ങ് തകരും. സഹോദരനെ എടുത്തോണ്ട് നടന്നിട്ടുള്ളതാണ്, വാരി കൊടുത്തിട്ടുള്ളതാണ്. ആ ബന്ധം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റുന്നില്ല. സഹോദരനെ തിരുത്താൻ അമ്മയുടെ സ്ഥാനത്തേക്ക് മൂത്ത സഹോദരിക്ക് പറ്റും. അല്ല, എന്ത് ഹെൽപ്പായിരുന്നേനെ ഈ ഒരു അവസരത്തിലോ ഏതവസരത്തിലോ. ഈ സഹോദരൻ്റെ എൻ്റെ മക്കളും ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ 2 പെൺകുട്ടികൾ, അവിടെ പെൺകുട്ടികളില്ല വേറെ. ചേച്ചിയുടെ ഒരു സഹോദരനേ ഉള്ളൂ, അതും ഏറ്റവും കുഞ്ഞാങ്ങളാണ്, ഏറ്റവും ഇളയത്. അപ്പൊ ആ സഹോദരനെ കുറിച്ച് ഒരു വല്ലാത്തൊരു അടുപ്പവും ഒരു സ്നേഹവും ഒരു ബന്ധമായിരിക്കും. എന്തൊക്കെ ഉണ്ടായാലും അതുണ്ട്. കാരണം ടി വിയിലൊക്കെ തന്നെ ഈ വിഷമിക്കുന്ന പല സീൻസും കാണിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിക്കുമ്പോൾ കിട്ടിയതൊന്നും പോരെ എന്ന് ചോദിക്കും. പക്ഷെ മുഖഭാവം കാണുമ്പോൾ തന്നെ എനിക്ക് ഓരോ ചലനങ്ങളും കാണും. ഇപ്പോൾ ഞാനും എൻ്റെ മക്കളോ മരുമക്കളോ അവരൊക്കെ എന്ത് ബലമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നേനെ. ആരുമില്ല. ഇപ്പം പവറുള്ളപ്പോൾ എല്ലാവരും ഉണ്ട്. കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ലൈഫുണ്ട്. എൻ്റെ അച്ഛൻ്റെ കണ്ടോണ്ട് ഞാൻ പറയുമോ, നമ്മൾ വീക്കാവും, നമുക്ക് സ്ഥാനങ്ങൾ പോവും. ആ സമയത്ത് കൂടെ നിൽക്കാൻ ആരുണ്ട്? അവരൊന്നും കാണത്തില്ല. പിടിവാശികളൊക്കെ കളഞ്ഞ് ഒന്നിച്ച് നിൽക്കുന്നതാണ് കീഴോട്ട് കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ പേരും അന്തസ്സും. ഞങ്ങൾക്കൊക്കെ അത് താല്പര്യം. അതിനുവേണ്ടിയാണ് ഈ വിളിക്കുമ്പോൾ കോംപ്രമൈസ്ഡ് ആഗ്രഹം. അത് നിങ്ങളുടെ ഒരു പിടിവാശിയാണെന്നാണല്ലോ? അല്ല, എനിക്ക് ഒരു പിടിവാശിയില്ല. അത്ര 4 പ്രാവശ്യം പോയി ടോക്കിന്. പിന്നെ തീരാത്ത എന്തുകൊണ്ട്? ഞാൻ ഒന്നും ചോദിച്ചില്ല കൂടുതൽ. ആരെങ്കിലും ഒന്നുകൂടെ ഒരു ലാസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു മധ്യസ്ഥ നിർത്തി അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിവുള്ള ആരുണ്ടെന്ന് ലോകത്ത്? ഒരാളുടെ പേര് പറഞ്ഞാട്ടെ. എല്ലാവർക്കും പേടിയാ. ഒരാളുടെ പേര് അയ്യോ, കുടുംബത്തിലുള്ളതായിട്ട് യാതൊരു ബന്ധവുമില്ല ആരുമായിട്ട്. കാരണം ഇത് ബാലകൃഷ്ണ സാറിന്റെ കുടുംബം, ആ കുടുംബം കീഴോട്ട് കുടുംബം ഒരിക്കലും അത് ലോക പ്രശസ്തിയുള്ളതാണ്. കൊട്ടാരക്കരക്കാർ മാത്രമല്ല, ഈ മലയാളികൾ ഇവിടെ കുടുംബം തീർന്നല്ല, കുടുംബത്തിനകത്ത് അത് അങ്ങനെ തീരാൻ പാടില്ല. കാരണം നമുക്കൊക്കെ വിഷമമുണ്ട്. കാരണം ഞങ്ങളൊക്കെ നോക്കി കാണുന്ന ഒരു കുടുംബമാണ് ബാലകൃഷ്ണ സാറിന്റെയും. അതൊക്കെ ഈ പരിഹരിച്ച് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കും. നമ്മളെല്ലാം ഈശ്വരനെ വിശ്വസിക്കുന്നവരാണ്. ഈശ്വരന്റെ മുന്നിൽ പരിഹരിച്ച് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിട്ടുവീഴ്ചകൾ. നമ്മുടെയൊക്കെ ആയുസ് എത്രയായിരിക്കും? നാളത്തെ സൂര്യപ്രഭാതം നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് നിശ്ചയമില്ല. നമുക്ക് ഈ നിമിഷം, അടുത്തൊരു നിമിഷത്തെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് അത് അദ്ദേഹത്തിന് നല്ലത്. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നമ്മൾ ഈ കൊറോണ സമയത്ത് നമ്മൾ കണ്ടതാ, ഈ മൃഗങ്ങളെ കുഴിച്ചിടുന്ന രീതിയിലല്ലേ ആളുകൾ കൊണ്ടുപോയോ? പണം വല്ലതും പെട്ടിയിലാക്കി കൊണ്ടുപോയില്ല. ഇത് ആർക്ക് വേണ്ടിയാ പണം ഉണ്ടാക്കി വെക്കുന്നേ? അവര് തിരിഞ്ഞു നോക്കണമെന്നില്ല. ഞങ്ങളുടെ ഇതില് ക്രൈസ്തവരുടെ ഇടയില് ഞങ്ങൾ ശവപ്പെട്ടിയിലായിരിക്കും. ഈ ശവപ്പെട്ടിയില് വെക്കുന്നതെന്ന് പറയുന്നത് പഴയ ഒരു തലയാണ്, തലമുക്കി വെക്കുന്ന പഴയ ഒരു തലയാണ്. ഒരു ഉപയോഗിച്ച അല്ലെങ്കിൽ പുതിയ ഒരു വസ്ത്രം ഇടിക്കും. മിക്കവാറും ഉപയോഗിച്ച അല്ലെങ്കിൽ തേച്ച വസ്ത്രമായിരിക്കും ഇടുന്നത്. ഏറ്റവും പഴയ കണ്ണാടി ഉണ്ടെങ്കിൽ അതായിരിക്കും വെക്കുന്നത്. പുതിയ കണ്ണാടിയോടെ മാറ്റി വെക്കും. സ്വർണ്ണം എന്ത് കയ്യിലുണ്ടെങ്കിലും അതൊന്നും അതിനകത്ത് വെക്കുകയില്ല. പോക്കറ്റിൽ 1 രൂപ പോലും വെക്കുകയില്ല. ഇതാണ്. പിന്നെ ഒരു തുണി മേളില് ശോശപ്പ എന്ന് പറയുന്ന തുണി ഇരിക്കും ക്രിസ്ത്യൻസിന്റെ. ഇതെല്ലാം കുഴിയിലേ ഉള്ളൂ. പിന്നെ സ്വന്തക്കാരും ഏറ്റവും അടുത്ത ബന്ധുക്കളും കുഴിയുടെ അടുത്ത് വരെ ഉള്ളൂ. കൂടെ ആരും പോകുന്നില്ല, കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല. നമ്മളെ നഗ്നനായി വന്നു നഗ്നനായി തിരിച്ചു പോകുന്നു എന്നുള്ള രീതി തന്നെയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പരിഹരിച്ചു പോകാം. അതെ, രക്തബന്ധത്തിന്റെ വിലയും മനസ്സിലാക്കണം. അതുമില്ല. നമ്മൾ എന്തൊക്കെ ചെയ്ത് നമ്മുടെ സഹോദരങ്ങളെന്നാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും വലിയ ബലം
അത് കേൾക്കുമ്പോൾ പോലും സുഖമുണ്ട്. അല്ലെ ബാലകൃഷ്ണ സാർ അത് വളരെ എല്ലാ സഹോദരിമാരെയും മുഴുവൻ സഹോദരിമാരെയും അവരെല്ലാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം അവരുടെ മക്കളെ എല്ലാം അച്ഛൻ രക്ഷപ്പെടുത്തി. അവരൊക്കെ ഇന്നും അച്ഛനെന്ന് പറഞ്ഞാൽ ജീവൻ കളയും. അമ്മാവൻ പോയി എന്ന് പറയുന്നത് അവർക്ക് വലിയ ദുഃഖമാണ്. എത്രയോ ആളുകളെ, എത്രയോ ഇല്ലായ്മക്കാരെ കൈപിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. എത്രയോ പേർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എത്രയോ കുടുംബം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിൽ പോലും അച്ഛൻ ജോലി വാങ്ങിച്ചു കൊടുക്കാത്ത വീടുകളില്ല. സഹായിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ സാറ് ആ രീതിയിൽ തന്നെ കണ്ടറിഞ്ഞ് തന്നെ ഒരു രാഷ്ട്രീയ വൈരാഗ്യം പോലും സാറ് മനസ്സിൽ വെച്ചേക്കത്തില്ല. ആര് എന്നാലും പിന്നെ ഓടി ചെന്ന് അടുത്ത് നിന്നത് കാര്യം പറഞ്ഞു അന്നേരം ഉള്ള ഒരു ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ ഒരു സ്നേഹമായിരിക്കും. എനിക്കെന്നെ അതിനകത്ത് ഒരുപാട് അനുഭവമുണ്ട്. എൻ്റെ ഒരു അനുഭവം ഞാൻ മനോരമ ജോലി ചെയ്യുമ്പോൾ സാറ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരക്കരയിൽ. എൻ്റെ ഒരു അനുഭവം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരിക്കുമ്പോൾ അന്ന് 11 പേരാണ് പഞ്ചായത്ത് മെമ്പർമാർ, പ്രസിഡന്റും 11. അപ്പോൾ അതിനകത്ത് സാറിൻ്റെ UDF-ന് 6 പേരും LDF-ന് 5 പേരും, 6 വെച്ച് 11. അപ്പോൾ കോൺഗ്രസിന്റെ നീലേശ്വരം വാസുദേവനാണ് വൈസ് പ്രസിഡന്റ്. ജേക്കബ് വർഗീസ് വടക്കടം അന്ന് മെമ്പറുമാണ്. പൊടിയച്ചാനൊക്കെ ഉണ്ട്. അപ്പം ജേക്കബ് വർഗീസ് വടക്കടം ടൂറ് പോകുന്നു. പിന്നെ ഇച്ചിരി കുറച്ചാൾ വന്നില്ല. ഭോപ്പാലിലോ അങ്ങോട്ട് പോയിട്ട് അവിടെ തന്നെ കേൾപ്പി പോയി എന്തൊക്കെയോ പുള്ളി കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല, വരുന്നില്ല, പുള്ളി സ്ഥലത്തില്ല. ഈ വാസുദേവൻ മരിച്ചു പോകും. അപ്പൊ എത്രയായി? 11 ഈ 6 UDF-ന്റെ അംഗങ്ങളില് 2 പേര് പോയി. അപ്പൊ പിന്നെ 4 ആയി. പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന് 5 ഉണ്ട്. അപ്പം ഞാൻ അന്നേരം ഇതെല്ലാം കൂടെ കാണുമ്പോൾ അന്ന് മനോരമയുടെ ഫ്രണ്ട് പേജിലൊരു വാർത്ത, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മന്ത്രിയായ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭൂരിപക്ഷം നഷ്ടപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു നല്ലൊരു വാർത്ത എനിക്ക് ഓർമ്മയുണ്ട്, ഫ്രണ്ട് പേജിൽ തന്നെ. അപ്പം ആ വാർത്ത വന്നപ്പോഴത്തേന് സാർ ഭയങ്കര ഇഷ്ടമായി. ഇതിനെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത അത് മനോരമയുടെ ഫ്രണ്ട് പേജിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ സാറ് പിറ്റേന്ന് ചെയ്ത്, അന്ന് പുതുശ്ശേരി MLA സാറ് ചെയ്തതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ, അന്നൊക്കെ ഈ പത്രം കൊണ്ടുവരുന്നത് ഇന്നത്തെ പോലെ വണ്ടിയിലല്ല, KSRTC ബസ്സിനകത്താണ് കോട്ടയത്ത് നിന്ന്. അന്ന് തിരുവനന്തപുരം യൂണിറ്റ് ഒന്നുമില്ല. കോട്ടയത്ത് നിന്ന് പത്രം വെച്ചിരിച്ച് കൊട്ടാരക്കരയിൽ ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ വന്ന ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുന്നത് ഫസ്റ്റ് KSRTC ബസ്സിലാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ ഈ ബസ്സുകളെല്ലാം സാറ് നിർത്തി. ഒറ്റ ബസ്സും ഒരു ബസ്സും ഓടുന്നില്ല. അപ്പൊ പത്രങ്ങളെല്ലാം കെട്ടിക്കിടക്കുന്നു. അത് മനോരമ മാത്രമേ എല്ലാ പത്രങ്ങളും എല്ലാവരോടും ഓടി എന്തോ തിരക്കുന്നു. അപ്പൊ ഉടനെ കോട്ടയത്തും ഇതൊക്കെ ഉടനെ അറിയിച്ചു. പത്രം പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ സാറിനെ കാണാനായിട്ട് ഞങ്ങൾ മനോരമ ഉദ്യോഗസ്ഥരുണ്ട് തിരുവനന്തപുരത്ത് ഓഫീസിൽ. പുതുശ്ശേരിയാണ്, പുതുശ്ശേരിയുടെ ഇതിലാണ് അങ്ങോട്ട് കയറ്റി വിടുകയാണ്. പുതുശ്ശേരി പറഞ്ഞാൽ നിൽക്കി എന്ന് പറഞ്ഞ് അപ്പം അവിടെ ആളൊക്കെ കഴിഞ്ഞപ്പോൾ മനോരമക്കാർ വന്നിരിക്കുന്നു കാണാൻ. എനിക്കവരെ കാണണ്ട. സാറ് പറഞ്ഞു എനിക്കവരെ കാണണ്ട. പിന്നെ എന്ന് പറഞ്ഞിട്ട് അല്ല സാറിനെ കാണാൻ. നിങ്ങൾ ആദ്യം ആ കൊട്ടാരക്കര ഒരുത്തനുണ്ടല്ലോ അവനെയൊക്കെ പറഞ്ഞു വിട്ടേച്ചു. സാറിന്റെ ആ ഒരു പിന്നെ അവരുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ചിട്ട് അപ്പൊ അവര് പറഞ്ഞു കണക്കുകളൊക്കെ ഉദ്ധരിച്ച്. അപ്പൊ അവരെന്നെ അന്നൊന്നും ഈ മൊബൈൽ ഫോണൊന്നും ഇല്ല. അന്ന് കൊട്ടാരക്കരയിൽ മനോരമ ഓഫീസിനാണ് ഫോണുള്ളത്. ടൗണില് ഫോണ് വളരെ ചുരുക്കം ചില കടകളിലും അവിടെ ഉള്ളു. അപ്പൊ എന്നെ ഇവിടെ തിരുവനന്തപുരത്ത് എന്നെ വിളിച്ചു പറഞ്ഞ് എന്താ സംഭവം. അതുപോലെ പത്രത്തിൽ വന്ന് അടുത്ത കണക്ക് സഹിതമുണ്ട്, യാഥാർത്ഥ്യം നമ്മൾ വാർത്ത ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞു സാറ് വെള്ളിയാഴ്ച വീഡിയോ എടുപ്പം പോയി കാണണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ചെന്ന് സാറിനെ ചെന്ന് കാണാനായിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് എനിക്കത് സ്കൂട്ടറൊക്കെ ഉണ്ട്. സ്കൂട്ടറാട്ടോ വേണ്ടി വെച്ചിട്ട് ഞാൻ കേട്ടു. അപ്പോൾ ഇവരെല്ലാം അന്ന് സാറുമായിട്ട് വരുമ്പോഴത്തേന് ആളുകളെ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കി വരും സാറിനെ കാണാനായിട്ട്. സാറ് ആ ഫ്രണ്ടിലത്തെ ആ പിന്നെ അവിടെ ഇരിക്കുന്നു. അപ്പം ബാക്കിയുള്ളവരെല്ലാം നിൽക്കുന്നു. എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായി. ഞാൻ കുറച്ച് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു സാറിനെ കാണാം. കണ്ടില്ലയോ? പിന്നെ പിന്നെ ഒന്നും വിട്ടുന്നില്ല. പിന്നെ ഞാൻ പൊളീസാനോട് പറഞ്ഞിരുന്നു, പൊളീസ ഇതുപോലെ അച്ഛൻ പറഞ്ഞു നീ വന്നാൽ മതി, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു ഞാൻ ശരിയാക്കി കാണാം. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ഗോപാലകൃഷ്ണൻ പിന്നെ മറ്റേ അവിടുത്തെ കാര്യസ്ഥനായിട്ട് കൃഷ്ണപിള്ള കണ്ടപ്പോഴേ സാർപ്പോ വരും. അങ്ങനെ അവിടുത്തെ പറയാൻ പിന്നെ
പൊടിയച്ചാൻ പറഞ്ഞു പിന്നെ അതെ പിന്നെ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ നോക്കിക്കണ്ടൊക്കെ കൊടുക്കണം കേട്ടോ സാർ. അപ്പൊ അങ്ങനെ പറഞ്ഞു അവിടെ. പിന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര. ഞാൻ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ്, അല്ല ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട് ക്ലിപ്പ് ഇതില്. ഒരു മാസം മുമ്പ് അത് നമ്മുടെ പിന്നെ ഇവിടെ ചോദിക്കുകയും ചെയ്തു. അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും സാറിന് വലിയ ഏതോ ആരെ പറ്റിയായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നൊരു ഇത് വന്നപ്പോൾ ഞാൻ അച്ഛനെ കൊണ്ട് കാണും. ഏതിലടി നീ കണ്ടേ? ടി വിയിലാണ്. അവൻ അല്ല ഇതാ എന്നും പറഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തു ടി വിയിൽ. അപ്പോൾ നോക്കിയിട്ട് വന്നു ഇത് നമ്മുടെ പിന്നെയല്ലേ. വലിയൊരു സ്നേഹം. കാരണം സാറിന് അങ്ങനെയാ. കാരണം ആദ്യം ഒരു ദേഷ്യം തോന്നില്ല, പിന്നീട് അതുപോലെ മാറും. അയ്യോ ഒരു വൈരാഗ്യവും ഇല്ല അവരോട്. വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ആളെ അല്ല. പിന്നെ ഈ അച്ഛനെ കണ്ട് പഠിച്ച് ആ വഴി മുന്നോട്ട് പോയാൽ കൊള്ളാം. അതൊരു രാഷ്ട്രീയത്തിലായാലും ജീവിതത്തിലെ ഒരു പാഠപുസ്തകമാണ് അച്ഛൻ. അത് പാലോട് സാറിന്റെ ജീവചരിത്രം ഒരു പാഠപുസ്തകം തന്നെയാണ്. അത് വലിയ തലമുറയ്ക്ക് അത് പഠിക്കാൻ, അത് റെഫർ ചെയ്യാൻ പറ്റിയ. ഞാൻ പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയം അല്ല അത്. കഷ്ടപ്പെട്ട് അച്ഛൻ ഒരു ചാനലിൽ പറഞ്ഞത് സിസേറിയൻ ബേബി, നോർമൽ ബേബി, അതുപോലെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഈ പറഞ്ഞ പോലെ ഇലക്ഷന് നിൽക്കുന്നു, MLA ആണോ മന്ത്രിയാണോ, തീർന്നു. ചിലർ വർക്ക് ചെയ്യുന്നു, ചിലർ വീട്ടിയിരിക്കുന്നു. പക്ഷേ പണ്ടങ്ങനല്ല. കഷ്ടപ്പെട്ട് അച്ഛൻ പറഞ്ഞ പോലെ അച്ഛനൊരു വലിയ കോടീശ്വരൻ്റെ മകനായിട്ട് പോലും നടന്ന് തിരുവനന്തപുരത്ത് കടത്തിണ്ണയിലും കിടന്നുറങ്ങി പോസ്റ്റ് ഒട്ടിച്ചും അങ്ങനെയൊക്കെ വളർന്നു വന്ന ആളാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ വില അറിയാം, രാഷ്ട്രീയം എന്താണെന്നറിയാം. അയ്യോ ഇപ്പോഴത്തെ ആർക്കും ഇല്ലല്ലോ. ഈ വെള്ളിത്താലത്തിൽ കൊണ്ട് കൈ കൊടുക്കുന്നു, വാങ്ങിക്കുന്നു എന്നുള്ള ഇതല്ലേ ഒരുമാതിരി ഉള്ള കാര്യങ്ങളെല്ലാം. സാറിന്റെ ജീവചരിത്രം കുറച്ചൊക്കെ സാറ് തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, പഴയ കാര്യങ്ങൾ. അത് രാഷ്ട്രീയമാണ് കൂടുതൽ. അപ്പൊ അതിനുശേഷമുള്ള ഈ പിന്നെ അത്യാവശ്യം ആളുകൾക്ക് അറിയാൻ വേണ്ടിയെങ്കിലും ഞാൻ എഴുതുന്നുണ്ട്. പാലോട് സാറിനെ കുറിച്ച്, സാറിന്റെ ജീവചരിത്രം. അതെ, അത് നല്ലതാണ്. ജീവിതത്തിൽ നമുക്കുള്ള അനുഭവങ്ങൾ, അല്ലാതെ പൊതു രാഷ്ട്രീയമൊന്നുമല്ല. പക്ഷെ രാഷ്ട്രീയം വരും, ലൈഫ് വരും, എല്ലാം വരും അതിൽ. പാലോട് സാർ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? കാരണം നമ്മുടെ ജനറേഷൻ കഴിഞ്ഞാൽ ഇതാരും അറിയുന്നില്ല. ഇപ്പം എൻ്റെ മക്കൾക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കും. അവർ അച്ഛൻ്റെ കൂടെ ജീവിച്ചവരാണ്, അച്ഛൻ വളർത്തിയവരാണ്. പക്ഷെ അത് കഴിഞ്ഞുള്ള ജനറേഷൻ ഇതാര്, ഇന്ന ആൾ അപ്പൂപ്പൻ അറിയില്ല, ആരെന്ന് ചോദിക്കരുത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒന്ന് ഓർമ്മയ്ക്ക് വേണ്ടേ. സാറിൻ്റെ ഒരു പ്രതിമയൊക്കെ കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാനൊക്കെ ഉള്ള നടപടി ഉണ്ട്. അതാണിപ്പോൾ അടുത്ത എൻ്റെ ഒരു വിഷമം. ആ പ്രതിമ ഒന്നും ഇതുവരെ ഒരു അനക്കവും ഇല്ല. അതിപ്പോൾ NSS തങ്കോമ്പിള്ളത്തെ പറഞ്ഞല്ലോ പ്രതിമയുടെ, അതും ഇതൊക്കെ ഒന്നിച്ചാണ് പോയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒന്നും അനങ്ങുന്നില്ല. അച്ഛൻ ഒറ്റ പിരിവെടുത്തിട്ടില്ല കേട്ടോ. ഈ NSS എന്ന് പറയുന്ന സംരംഭത്തിന് വേണ്ടി 1 രൂപ പിരിവെടുക്കാതെയാണ് ഈ സൗധങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയത്. റബ്ബർ എസ്റ്റേറ്റ് ആവട്ടെ, MBA കോളേജ് ആവട്ടെ, ബിൽഡിങ്ങുകളാവട്ടെ, 1 പൈസ പിരിവെടുത്തിട്ടില്ല. മന്ത്രി എന്ന നിലയിൽ പാലോട് സാറ് ഇരിക്കുമ്പോൾ, MLA ആയിട്ടിരിക്കുമ്പോഴും മന്ത്രിയായിട്ടിരിക്കുമ്പോഴും ഒക്കെ NSSന് വേണ്ടി സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് അദ്ദേഹത്തിന്റെ വേർപ്പാണ്, അദ്ദേഹത്തിന്റെ ഷോ ഓഫ് ഇല്ല. കുറെ കളർ അടിച്ച് ഇങ്ങനെ ബസ്സർക്ക് അതല്ലല്ലോ, ലാഭത്തിൽ കൊണ്ടുപോകണം ട്രാൻസ്പോർട്ട്. അച്ഛൻ ഇഷ്ടം പറഞ്ഞ് ലാഭത്തിലാണ് ഓടിയുന്നത്. പക്ഷെ അതിങ്ങനെ ഇപ്പോഴത്തെ പോലെ സോഷ്യൽ മീഡിയ ഇല്ലല്ലോ, ഇങ്ങനെ കാണിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒന്നും വഴിയില്ല. ചരിത്രത്തിൽ ഈ എംപാനൽ സിസ്റ്റം കൊണ്ടുവന്നത് എത്ര പേരെയാണ് ജോലി കൊടുത്തത്, എത്ര പേരെ അവരെല്ലാം സ്ഥിരപ്പെട്ടു, അവരെല്ലാം ഇപ്പൊ പെൻഷൻ വാങ്ങിക്കുന്നത്. എത്ര പേര് ഡ്രൈവേഴ്സ് യൂണിയൻ, അച്ഛൻ്റെ എത്ര സ്ട്രോങ് യൂണിയൻ ആയിരുന്നു. കേരളം മുഴുവനുള്ള ഡ്രൈവേഴ്സിനെ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട്. ആ ഡ്രൈവേഴ്സ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ജീവൻ കളഞ്ഞ് നിന്നിട്ടുണ്ട്. തിരക്കിനിടയിലും ഇത്രയും നേരം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയ ഉഷാ മോഹൻദാസ്, ഉഷ ചേച്ചിക്ക് എല്ലാവിധ നന്ദി. നമസ്കാരം. താങ്ക് യു.